Hello friends, welcome to Expert Excel. എൻ്റെ പേര് ബഷീർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ SUMIF ആൻഡ് SUMIFS ഫോർമുലാസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. SUMIF ഫോർമുല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് SUMIF ഫോർമുല എന്നാണ് നമുക്ക് അറിയാനുള്ളത്. കണ്ടീഷൻസ് വെച്ചിട്ട് സം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് SUMIF ഫോർമുല ഉപയോഗിക്കുന്നത്. എക്സാമ്പിളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സെയിൽസ്മാൻ്റെ ഡാറ്റയാണ്. അതിൽ സെയിൽസ്മാൻ്റെ പേരുകളും അതുപോലെ റീജിയൻ, അതിലുള്ള സ്റ്റേറ്റ്സും പിന്നെ എത്ര സെയിൽസ് ആയി എന്നുള്ളതിന്റെ റെക്കോർഡ്സുമാണ് ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ളത്. ഫോർ എക്സാമ്പിൾ, സൗത്തിൽ എത്ര ടോട്ടൽ സെയിൽ നടന്നു എന്നുള്ളതാണ് നമുക്കിപ്പോ നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു റീജിയൻ മാത്രമായിട്ട് നമുക്ക് സം കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റീജിയൻ അതുപോലെ സെയിൽസ് രണ്ട് കോളം ഉണ്ട്. ഇവിടെ ഞാൻ ഈ റീജിയനിൽ ഞാൻ ഡാറ്റ വാലിഡേഷൻ ചെയ്തിട്ട് ഇതിൽ സൗത്ത്, ഈസ്റ്റ്, നോർത്ത്, വെസ്റ്റ് 4 റീജിയനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. ഈക്വൽ ടു സം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് SUMIF സെലക്ട് ചെയ്യാം, ഡബിൾ ക്ലിക്ക്. ഇനി റേഞ്ച് ആണ്, ഏത് റേഞ്ചിൽ നിന്നാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ റീജിയൻ ആണ്. റീജിയൻ മൊത്തമായിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം കോമ. ഇനി ക്രൈറ്റീരിയ ആണ്. അപ്പോൾ നമ്മുടെ റീജിയൻ ഏത് സെല്ലിലാണോ ഉള്ളത് ആ സെല്ലാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം വീണ്ടും കോമ. ഇനി സം റേഞ്ച് ആണ്, എവിടുത്തെ ഡാറ്റയാണ് നമുക്ക് സം ചെയ്യേണ്ടത് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെയിൽസ് ഡാറ്റ മുഴുവൻ സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഒരു റീജിയൻ സെലക്ട് ചെയ്യണം. ആദ്യം സൗത്ത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സൗത്ത് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1,73,528 റുപ്പീസാണ്. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റർ എടുത്തിട്ട് സൗത്തിലുള്ളത് 1,12,568 പ്ലസ് രണ്ടാമത്തെ സൗത്ത് 8,2,575 പ്ലസ് പിന്നെ സൗത്ത് കേരള 9,928 പ്ലസ് ഇനി ഇവിടെ തമിഴ്നാട് 6,8,457 പ്ലസ് ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. 1,73,528 റുപ്പീസാണ്. അത് കറക്റ്റാണ്. ഇനി ഇവിടെ റീജിയൻ ചേഞ്ച് ചെയ്ത് നോക്കാം. ഈസ്റ്റ് എടുത്ത് നോക്കാം. 86,755 ആണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അതുപോലെ നോർത്ത്, വെസ്റ്റ്. ഇനി അടുത്തതായി SUMIFS ആണ്. അതായത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് വച്ചിട്ട് സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് SUMIFS ഫോർമുല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്ന് റീജിയനും അതുപോലെ ഒന്ന് സ്റ്റേറ്റുമാണ്. സപ്പോസ് സൗത്ത് റീജിയനിൽ കേരള സ്റ്റേറ്റിൽ എത്ര സെയിൽസ് ആയിട്ടുണ്ട്, പല സെയിൽസ്മാൻമാരുണ്ട്. അതിൽ സൗത്തിൽ കേരള എന്ന സ്റ്റേറ്റിൽ എത്ര സെയിൽസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റീജിയൻ ആദ്യത്തെ പോലെ തന്നെ ഡാറ്റ വാലിഡേഷൻ ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ സ്റ്റേറ്റ്സിൻ്റെയും ഡാറ്റ വാലിഡേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിൽസിൻ്റെ താഴെ SUMIFS ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. ഈക്വൽ ടു SUMIFS ഡബിൾ ക്ലിക്ക്. ഇനി സം റേഞ്ചാണ് ആദ്യം ഇവിടെ കൊടുക്കേണ്ടത്. ഏത് ഡാറ്റയിലെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ സെയിൽസ് ആണ്, അതുകൊണ്ട് സെയിൽസ് ഞാൻ സെലക്ട് ചെയ്തു, കോമ. ഇനി ക്രൈറ്റീരിയ റേഞ്ച്. ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ എടുക്കുന്നത് റീജിയൻ ആണ്. അപ്പോൾ ഈ റീജിയനിൽ മുഴുവനായി സെലക്ട് ചെയ്തു. അതിനുശേഷം കോമ. ഇനി ക്രൈറ്റീരിയ 1. ഈ ക്രൈറ്റീരിയ റേഞ്ചിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, റീജിയൻ ആണ്. അപ്പോൾ ഈ സെല്ല് സെലക്ട് ചെയ്യണം, കോമ. ഇനി ക്രൈറ്റീരിയ റേഞ്ച് 2 ആണ്. അപ്പോൾ ക്രൈറ്റീരിയ റേഞ്ച് 2 നമുക്ക് സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്സിൻ്റെ എല്ലാം ഡാറ്റ ഒന്നിച്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം കോമ. ഇനി ക്രൈറ്റീരിയ 2 എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് വേണ്ടത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഞാൻ സ്റ്റേറ്റിൻ്റെ താഴെയുള്ള സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കൊടുത്തു. ഞാനിവിടെ ആദ്യം ഒരു റീജിയൻ സെലക്ട് ചെയ്യാണ്. സപ്പോസ് സൗത്ത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 22,496 റുപ്പീസാണ് ടോട്ടൽ കിട്ടുന്നത്. ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് 1,2568 പ്ലസ് സൗത്ത് കേരള 9,928 കറക്റ്റാണ്. 22,496 കറക്റ്റാണിത്. ഇനി ഇവിടെ നമുക്ക് വേറൊരു സ്റ്റേറ്റും കൂടി സെലക്ട് ചെയ്ത് നോക്കാം. സപ്പോസ് തമിഴ്നാട് ടോട്ടൽ 1,51,032 റുപ്പീസ്. അതുപോലെ ഇനി റീജിയൻ ചേഞ്ച് ചെയ്ത് നോക്കാം. ഈസ്റ്റ് റീജിയനിലുള്ളത് നമുക്ക് ഒഡീഷ ഉണ്ട്, അതിൻ്റെ ടോട്ടൽ കിട്ടി. അതുപോലെ ബംഗാളിലുണ്ട്, ബംഗാളിൻ്റെ ടോട്ടൽ 65,207 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് SUMIF ആൻഡ് SUMIFS ഫോർമുല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.